Hi friends, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് കേട്ടേറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ, അതിപ്പോൾ ഫോട്ടോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, റീൽസുകളായിക്കോട്ടെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അവിടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ റിക്കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെത്തേഡ് ഞാൻ ഇവിടെ കാണിക്കുക. അപ്പോൾ അതിനായിട്ട് താഴെ നമ്മൾ ഈ ഒരു പ്രൊഫൈലിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ള ആ ഒരു 3 ലൈനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും, അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിലൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഒറിജിനൽ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 3 ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷനും ഓഫ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് 3 ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോയോ റീൽസ് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഗാലറിയിലോ അല്ലെങ്കിൽ നമ്മളെ ഫോണിൻ്റെ സ്റ്റോറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നതാവും. അതിനുശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും ഇപ്പോൾ ഫോട്ടോ ആയാലും വീഡിയോ ആയാലൊക്കെ അതിൽ ഒരു കോപ്പി സേവ് ആവുന്നതാവും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോൾഡർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഈ ഒരു പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നീട് എനിക്ക് ഈ ഒരു ഫോട്ടോ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഗാലറിയോ അല്ലെങ്കിൽ എൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫയൽ മാനേജർ ഇവിടെ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ഇവിടെ മുകളിൽ ഇൻസ്റ്റഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുക, പെട്ടെന്ന് ഈ ഒരു ഫോൾഡർ കിട്ടാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റഗ്രാം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ആ ഒരു പോസ്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇവിടെ നമുക്കിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഒരു പ്രൊഫൈലിൻ്റെ ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്യുക, മുകളിലുള്ള ഒരു 3 ലൈനിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കാണാൻ പറ്റും യുവർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസുകൾ വരും. ഇതിലൂടെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ താഴെ രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ കാണാൻ പറ്റും നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും 13 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ആ ഒരു 13 ഡേയ്സ് എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിനുള്ളിലേ നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സമയപരിധി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ റിക്കവർ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും, അതായത് 30 ഡേയ്സ് ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ കൂടി നിങ്ങൾക്ക് നിങ്ങളെ ഗാലറിയിൽ അത് ഉണ്ടാവും, സേവ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ഫയൽ മാനേജറിൽ ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഡിലീറ്റഡ് ആയിട്ടുള്ള റീൽസുകൾ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് മുന്നേ ഡിലീറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനി 9 ദിവസം കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാവും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീസെൻ്റ്ലി വെച്ചിട്ടുള്ള സ്റ്റോറികൾ വെച്ച് ഡിലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറികളാണെങ്കിലും ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അത് റിക്കവർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. സ്റ്റോറിക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റ്, ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ ജസ്റ്റ് റീസ്റ്റോർ ചെയ്യുകയാണ്. അതിനായിട്ട് ഫോട്ടോയിലോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മുകളിലുള്ള 3 ഡോട്ടിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീസ്റ്റോർ എന്നതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും റീസ്റ്റോർ ആവുന്നതാവും. ഇപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മളെ പ്രൊഫൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഒരു ഫോട്ടോ. ജസ്റ്റ് ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു ഫോട്ടോ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു രണ്ടാമത്തെ മെത്തേഡ്. അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റോറികൾ കാണാനായിട്ട് ഈ ഒരു 3 ലൈനിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ നിന്ന് ഈ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആർക്കൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റോറികൾ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോറികൾ ഇപ്പോൾ സേവ് ചെയ്യണം, മുമ്പ് ഏതെങ്കിലും വെച്ചിട്ടുള്ള സ്റ്റോറികൾ ഇപ്പോൾ സേവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റോറി ഇപ്പോൾ സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ ഒരു സ്റ്റോറിയിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു സ്റ്റോറി ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഇപ്പോൾ സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ മോർ എന്ന് പറഞ്ഞിട്ട് 3 ഡോട്ട് കാണാൻ പറ്റും, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും സേവ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്റ്റോറി ഇപ്പോൾ നിങ്ങളെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതാവും.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.